ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമല്ലോ. നമുക്കിന്ന് ഓണം സ്പെഷ്യലിൽ ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കാം. എല്ലാ സ്പെഷ്യലും നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 പച്ച നേന്ത്രക്കായ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. 1 തേങ്ങ ചിരകിയത്, ഉലുവപ്പൊടി, 5 പച്ചമുളക് കീറിയത്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി, ജീരകം, ഉപ്പ്, കടുക്, വറ്റൽമുളക് കീറിയത്, കറിവേപ്പില, 1/2 ലിറ്റർ കട്ട തൈര്. ഇനി ഒരു സ്റ്റൗവിൽ പാത്രം വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറിയതും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നാൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ഈ കായ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഈ സമയം നമ്മൾ ജാറിൽ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമ്മുടെ കായ കഷ്ണങ്ങൾ വെന്ത് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കായ കഷ്ണങ്ങളിലെ തേങ്ങ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. കായ കഷ്ണങ്ങൾ വെന്ത് കുറുകി വന്നതാണ്. ഇപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് തൈരും ചേർത്തപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ടാവും. നമ്മളതിനെ നന്നായി കുറുക്കി കൊണ്ടുവരണം. അപ്പോൾ കുറുകുന്നത് വരെ നമ്മൾ വേവിക്കുക. അങ്ങനെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും നമ്മൾ മാറ്റി വെച്ച വറ്റൽമുളകും ഇട്ട് കൊടുത്ത് വറുക്കുക. നന്നായി പൊട്ടി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മുടെ കാളനിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാളൻ നന്നായി കുറുകി വന്നിട്ടുണ്ട്. കുറുക്ക് കാളനാണ് ഇതിൻ്റെ പേര്. ഓരോ തേങ്ങയും എല്ലാം ചേർന്ന് വളരെ കുറുകി കഷ്ണങ്ങളിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളൻ റെഡിയായി. വളരെ ടേസ്റ്റിയായ സദ്യയിലൊക്കെ ഉള്ള ഒരു വിഭവമാണ്. അപ്പം നമ്മുടെ കാളൻ റെഡിയായി. അപ്പോൾ ഓണം സ്പെഷ്യലായ കുറുക്ക് കാളൻ തയ്യാറാക്കി. ഈ കുറുക്ക് കാളനും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും